ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇത്രയും ദിവസം എൻ്റെ വ്ളോഗ്സിലോ വീഡിയോസിലോ ഒന്നും തന്നെ ഞാൻ അയാൻ ബേബിനെ കാണിച്ചിട്ടില്ല. ഐ മീൻ എൻ്റെ സിസ്റ്ററിൻ്റെ ബേബിനെ, സുമിതാദാൻ്റെ കുട്ടീനെ ഞാൻ ഇതുവരെയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസിൽ കാണിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം കാണിക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവനെ കാണിച്ചു തരും. ജൂൺ 18 അവൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് ഫസ്റ്റ് ബർത്ത്ഡേ. അതായത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കുക അന്നായിരിക്കും. അപ്പോൾ അന്ന് ഞാൻ അവൻ്റെ ഒരു ഫേസ് റിവീൽ പോലെ ആയിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ വീഡിയോസിലൊക്കെ അവനെ കാണിക്കാതിരുന്നപ്പോൾ തന്നെ കുറെ പേര് കമന്റ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവനെ കാണിക്കാത്തത് എന്നുള്ളത്. ഞാൻ കുറച്ച് ഒരു വയസ്സൊക്കെ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ജൂൺ 18 അവർക്ക് ഒരു വയസ്സ് തികയും. അപ്പോൾ എൻ്റെ ബർത്ത്ഡേന്റെ അന്ന് തന്നെ ഈ ഒരു വീഡിയോ ഇറക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ കുറെ പറഞ്ഞ് വലിച്ച് നീട്ടിയിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് ലെങ്ത് കൂട്ടണില്ല. ഞാനപ്പോൾ എൻ്റെ ഡോഡുവിനെ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എല്ലാവരും ഡോഡു എന്നാണോ എന്നെ വിളിക്കണത്? ഡോഡു മീൻസ് ആദ്യം സ്വത്തു എന്നൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ ഡോഡു ആയി. അതെങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. സുമിതാദ് ആദ്യം ഡോഡു ഡോഡു വിളിച്ചിട്ട് ഇപ്പോ ഞാനും ഡോഡു എന്നാണ് വിളിക്കുന്നത്. ഞാനും സുമിതാദ് തന്നെയാണ് ഡോഡു എന്ന് വിളിക്കണ പേര് വിളിക്കാറുള്ളത്. അപ്പോ ഓനെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളെല്ലാരും കാത്തിരുന്ന അയാനുവിനെ എന്താ ഞാൻ കാണിക്കാൻ പോകുകയാണ്. കാണിക്കട്ടെ. അപ്പോ അയാനു, ഇതാണ് ഞങ്ങളുടെ ഡോഡു. ഹായ് ആരെ, ഹായ് ആരെ ഡോഡു, ഹായ് ഹായ്. ഞങ്ങൾ കുറച്ച് കളിക്കണേന്റെ തിരക്കിലാണ്. അപ്പൊ എടുക്ക്. ഹായ് ഗൈസ്, മേമിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ് പറയും. ഹായ് പറയും. അപ്പൊ എടുത്ത ഓ എടുക്ക്. കൊടുക്കു ഡോഡു ഡോഡു. അപ്പൊ കൊറേ അപ്പൊ എടുക്ക്. ഒന്നുകൂടി ഒന്നുകൂടി. അടിക്ക് പോയി കളിക്കാൻ വേണ്ടി അടിക്ക്. അപ്പൊ ഒന്നുകൂടി പ്ലീസ് പ്ലീസ് ഡോഡു. എന്റെ റൂമിലാണ് വന്നിട്ടുള്ളത്. എന്റെ റൂമിൽ വന്നാൽ കുറെ സാധനങ്ങൾ കളിക്കാൻ കിട്ടും ഡ്രോയറൊക്കെ വെച്ചാല്. അപ്പൊ അതെടുക്കാൻ വേണ്ടിട്ടുള്ള പരിശ്രമത്തിലാണ്. എന്നാലും ബായ് പറഞ്ഞിട്ട് പോയിക്കോ. ബായ് പറഞ്ഞോ, ബായ് എങ്കിലും പറയോ? ബായ് പറ പ്ലീസ്. ബായ് പറ. അതോ എന്റെ കമ്മലൊക്കെ കയ്യിലെടുത്തോടി. ഒരു ബായ് പറ പ്ലീസ്. എന്നിട്ട് ഡോഡ് കളിക്കാൻ പോയിക്കോ. ഒരു ബായ് പറയോ? ഡോഡ് അത് നോക്കി ബായ് പറ. മെമ്മീന്റെ സബ്സ്ക്രൈബേഷനൊക്കെ റബ്ബാരെ പറ ഡോഡു. ഗുഡ് ബോയ് അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും കാത്തിരുന്ന അയാനുദാ ഇതാണ്. നമ്മൾ ഓന്റെ ബർത്ത്ഡേ ആവാൻ വേണ്ടിട്ട് കുറച്ച് കാത്തിരുന്നാണ്. ഒരു വയസ്സൊക്കെ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു അല്ലേ? അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് പറയാ, അടവാണ്. അത് നിലത്തേക്കിടും. അപ്പൊ ഞാൻ അവനെ ഇറക്കാൻ വേണ്ടിട്ട് അത് നിലത്തേക്കിട്ടാണ്. ഒരു കമ്പലില്ല, അത് ഊരി എടുത്തു വലിച്ചിട്ട് ഊരി. പിന്നെ സബ്സ്ക്രൈബേഷന് ബായ് പറയും. ബായ് ബായ്. എടാ മേമിന്റെ മാന കളയുവെച്ച് അടുത്ത കമ്പല് ഊരി. എന്നാ ശരി പോയിക്കോട്ടോ, വീട്ടോട് പോയിക്കോ. ബാക്കിയുള്ള വ്ലോഗ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ തുടങ്ങാം. ഒരു ബായ് പറയോ? ശരി ഗൈസ്, ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് വ്ലോഗ് തുടങ്ങാം. അപ്പൊ ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ, അതാണ് എന്റെ അയാൻ ബേബി. അതായത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വത്തു ഡോഡു, എല്ലാം അറിയപ്പെടുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും സ്വത്തു. അവനിപ്പോ വീഡിയോയിൽ നേരെ നിൽക്കണേ ഇല്ല, കാരണം അവർക്ക് കളിക്കാനുള്ള ആ ഒരു ഇതിലായതുകൊണ്ടാണ് ഓൻ നേരെ നിൽക്കാത്തത്. പിന്നെ എന്റെ റൂമിൽ വന്നാൽ എന്റെ ഡ്രോയറും കാര്യങ്ങളൊക്കെ വെച്ച് എന്റെ കുറെ മേക്കപ്പ് പ്രോഡക്ട്സും സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ എടുത്ത് തുറന്നു നോക്കി ഇങ്ങനെ കാട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ റൂമൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് കുറെ സാധനങ്ങൾ കിട്ടും എനിക്ക്. അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കുമ്പോ ഇങ്ങനെ ഉരിച്ചി പോണത്. അപ്പോൾ എന്റെ ഡോഡുവിന്റെ ബർത്ത്ഡേ ആണിത്. എല്ലാവരും വിഷ് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ ഞാൻ അവന്റെ ബർത്ത്ഡേന്റെ ഒരു പ്രീ ആയിട്ട് കുറച്ച് ഷൂട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും. എന്തായാലും അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ല, അപ്പോൾ ബർത്ത്ഡേന്റെ കുറച്ച് വിശേഷങ്ങളും അതിൽ വേണമല്ലോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും. ഇനി എന്തായാലും അയൻ ബേബിനെ ഞാൻ വീഡിയോസിലൊന്നും കാണിക്കാതിരിക്കൂല. ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇനി നേരെ നമ്മുടെ ബർത്ത്ഡേ പ്രിപ്പറേഷനിലോട്ട് പോവാം.
അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ട് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ പോകാൻ നിൽക്കുകയല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള സ്പോട്ടിലോട്ട് തന്നെയാണ് പോണത്, അല്ലാതെ ഒരുപാട് ദൂരത്തോട്ടൊന്നും പോകണില്ല. അപ്പോൾ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്പോട്ടിലോട്ട് പോകാൻ. നമ്മൾ വീട്ടിൽ നിന്ന് വരാൻ നേരത്ത് ആയാലും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മന്ദതയിൽ ഒന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നേരെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ അതൊക്കെ ബാഗിലല്ല കാറിൽ ഒക്കെ വെച്ചു. പിന്നെ 1 പറഞ്ഞ നമ്പർ ബലൂൺ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിൽ ഹൈഡ്രജൻ നിറക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് ഇറങ്ങി. അങ്ങനെ ഈ 2 സ്ഥലത്തോട്ടും പോകാൻ നിന്നതുകൊണ്ട് കുറച്ച് നേരം വൈകാൻ അവിടെ നമ്മളാരും കാത്തുക്കണമൊന്നുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമെന്നുള്ള അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. കുറച്ചിങ്ങനെ മൂടി നിൽക്കണ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടാണോ, ഇല്ലെങ്കിൽ മഴയത്ത് പെട്ട് കുടുങ്ങും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാനുള്ള സാധനങ്ങളൊക്കെ മഴ കൊണ്ട് ആകെ കുളമാവും. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കിതൊക്കെ സെറ്റാക്കണം. ആ ഒരു ധൃതിയിലായിരുന്നു നമ്മൾ. പിന്നെ അതിൻ്റെ ഇടയിൽ തിരിച്ചു പോണ പോക്കിൽ ഡോഡു നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എടുത്തതുകൊണ്ട് തന്നെ ആകെ ഒരു മൈന്നനെയായിരുന്നു ആള്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കൂല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏരിയ, നമ്മൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ആക്കിയിട്ടുള്ള ഏരിയ ഇതാണ്. ആ സ്ഥലം ഭയങ്കര ഇങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മളെ വീഡിയോ അവിടുന്ന് എവിടെ എടുക്കും നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറും വണ്ടിയൊന്നും അങ്ങോട്ട് പോകില്ല, നമ്മൾ നടന്നിട്ട് തന്നെ പോകണം. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇങ്ങനെ നടന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എത്തുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ദൂരമാവും. ആദ്യം ഞങ്ങൾ കുറച്ച് ആൾക്കാർ എവിടെ നല്ല സ്പോട്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരറ്റത്തേക്ക് അങ്ങോട്ട് നടന്നു. പിന്നെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് ഇവരിനെ എല്ലാവരെയും കൂട്ടി പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാനുള്ള സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ഇനി വീണ്ടും തിരിച്ച് നമ്മുടെ സ്പോട്ടിലോട്ട് തന്നെ പോകണം. അതായത് നമ്മൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്ത ആ ഒരു സ്ഥലത്തിലോട്ട് തന്നെ നടന്നു പോകണം. അതാണ് ഞാൻ പറഞ്ഞത്. വണ്ടി ഈ ഒരു ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകണം. കണ്ടോ, വഴി ഇങ്ങനെ പോകുകയാണ്, അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അങ്ങനെ ഈ കണ്ടമാന സാധനങ്ങൾ ഓരോരുത്തർ അവരവർക്ക് പറ്റുന്ന പോലെ കുറച്ച് സാധനങ്ങളും ഏറ്റിയിട്ട് നേരെ അങ്ങോട്ട് നടക്കുകയായിരുന്നു. എങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമ്മൾ നടന്ന് വന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ അയനു ഫുൾ കംപ്ലീറ്റ് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ഷർട്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതാ ചളിയൊക്കെ ആയിട്ട് അങ്ങനെ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ഇട്ട ആ ഒരു ഔട്ട്ഫിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ അവിടെ എത്തിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുത്തത്. ഒരു 3 ഒരു പീച്ച് കളർ, ഒരു ലൈറ്റ് പീച്ച് കളറായിരുന്നു ഒരു ഔട്ട്ഫിറ്റിൻ്റെ കളറ്. 3 അതേ സെയിം കളർ ഔട്ട്ഫിറ്റും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സാധനം ഏറ്റിയിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വീഡിയോ എടുക്കൽ നടക്കൂലെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ മഴ കുറച്ചിങ്ങനെ ഒന്നിങ്ങനെ ചാറിയിട്ട് അപ്പം തന്നെ പോയി. അപ്പം തന്നെ നമ്മൾ വേഗം സാധനങ്ങളൊക്കെ സെറ്റാക്കി വേഗം വീഡിയോ എടുക്കാമെന്നുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു. ഈ ഒരു ഏരിയ ഡാമിൻ്റെ പുറകുവശമാണ്. അതായത് നമ്മുടെ അവിടെ കാഞ്ഞിരപ്പുഴ ഡാം എന്നൊക്കെ പറയും. അവിടെയൊക്കെ ഉള്ളവർ വീഡിയോ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആൻഡ് ഫൈനലി നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ആ ഒരു ഹൈഡ്രജൻ നിറച്ച വണ്ണും ആ ഒരു ബലൂണും ഇങ്ങനെ ചെരിഞ്ഞു പോകേണ്ട, കാറ്റിങ്ങനെ വീശുമ്പോൾ അങ്ങനെ ചെരിഞ്ഞു പോകുന്നുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അയാനുൻ്റെ ഡ്രസ്സ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അവസാനം നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ തൊപ്പിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ തൊപ്പിടുന്നത് എനിക്ക് എന്തോ ഇഷ്ടമായിട്ടില്ല തോന്നുന്നു. 1-2 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഓൻ അത് എടുത്ത് മാറ്റും. പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഓനെങ്ങനെ നടത്തിച്ചു കൊണ്ടുവരുന്ന പോലെ ഒരു സീൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണ ക്യാമറമാൻ ഞാനാണ് കേട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അമ്മാരി മാസിലൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇവർക്കൊക്കെ ഇഷ്ടമായിക്കണു, അത് മതി. ഞാൻ എഡിറ്റിങ്ങിലും ക്യാമറയിലൊന്നും പ്രോ അല്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും അയാനിൻ്റെ കൂടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കൽ അവസാന ഘട്ടം എത്തിയപ്പോഴത്തേനും ഏകദേശം മഴ പെയ്യാൻ ഇങ്ങനെ മൂടിയ പോലെ ആയി. അങ്ങനെ വീഡിയോ എടുക്കലും കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കിയിട്ട് നേരെ നടന്ന് നമ്മൾ ഇനി നേരെ വണ്ടീൻ്റെ അങ്ങോട്ട് എത്തണം. അതിന് ഇനി അത്യാവശ്യം കുറേ നടക്കാനുണ്ട്. നമ്മൾ നടന്നെത്തുമ്പോഴത്തേനും മഴ പെയ്യുമെന്നും അറിയില്ല. അങ്ങനെ നമ്മൾ വേഗം വണ്ടി കഴിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. ഭാഗ്യത്തിന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോട്ടോസൊക്കെ കിട്ടി. ഈ ഒരു സ്ഥലം ഇങ്ങനെയാണ് കിടക്കുന്നത്. അത്യാവശ്യം ബ്രൈഡ് ടു ബിയും കാര്യങ്ങളും കുറേ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുറേ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് ബാക്കി എല്ലാവരും മുന്നിലോടി, ഞാനും ഇമ്മിയും കുറച്ചിങ്ങോട്ട് ബാക്കിലായി. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്നിങ്ങനെ നനഞ്ഞു. പകുതി എത്താനാകുമ്പോഴത്തേനും നല്ല മഴ പെയ്തു. അങ്ങനെ കുറച്ച് നനഞ്ഞു. എന്നാലും നമ്മൾ വേഗം വണ്ടീൻ്റെ അടുത്തെത്തി വേഗം വണ്ടിയിൽ കയറി. ഞാൻ കുറച്ച് നനഞ്ഞു, ഇമ്മ നല്ലോണം നനഞ്ഞു.
കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പക്ഷെ ഞാനിങ്ങനെ മഴയൊക്കെ കൊള്ളണത്. ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ മഴയത്തൊന്നും ഇറങ്ങാൻ അയക്കൂലല്ലോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ മഴയത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ മഴയൊക്കെ നനഞ്ഞ് പിന്നെ ആ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ആകെ ഒരു അസ്വസ്ഥതയാണ്. അതാണ് പ്രശ്നം. അവിടെ വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെ പോസ്റ്റ് ഇട്ടിട്ട് അയൻ ബേബി നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാണ്. വെള്ളം കുടിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം വീട്ടിൽ നിന്ന് ഒരു 11 മണി, രാവിലെ ഒരു 11 മണിക്ക് ഇറങ്ങിയതാണ്. എല്ലാ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞപ്പോഴത്തേനും 6:30 മണിയായിട്ടുണ്ടായിരുന്നു. ആ നേരത്താണ് നമ്മൾ ഫുഡ് കഴിക്കണത്. നമ്മൾ എപ്പോൾ എവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും ഒന്നുമില്ല, എപ്പോഴും മന്തി തന്നെ. മന്തിയിൽ നിന്നൊരു മോചനമല്ല. അങ്ങനെ ഇതാ എൻ്റെ അയാൻ ബേബിക്ക് 1 വയസ്സായി. ജൂൺ 18 അവനക്ക് 1 വയസ്സാവും. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഞാൻ ഓൻ്റെയും കുറേ ഫോട്ടോസും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മാഷാഅല്ലാ, അപ്പം എൻ്റെ ചെറുക്കന് 1 വയസ്സായി. എന്താ അപ്പം ഇത് എത്ര പെട്ടെന്നാണ് ടൈം പോകണല്ലേ. അപ്പോൾ എന്തായാലും അയാൻ ബേബിനെ എല്ലാവരും കണ്ടല്ലോ. എന്താ അയാൻ ബേബിനെ കാണിക്കാത്ത, അയാൻ ബേബിൻ്റെ ഫേസ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് കാണാറുണ്ട്. അപ്പോൾ എല്ലാതും ഇതോടെ നമ്മൾ പരിഹരിച്ചിരിക്കുന്നു. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് കടന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. ഇത് ജസ്റ്റ് ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ടാണ്, ബർത്ത്ഡേൻ്റെ വ്ളോഗ് അല്ല. അത് ഞാൻ ഷോർട്സ് എന്തെങ്കിലും ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.